ചർച്ചകൾക്ക് ശേഷം AKG സെന്ററിൽ ബിനോയ് വിശ്വവും MV ഗോവിന്ദൻ മാസ്റ്ററും കൈകൊടുക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ഒരാളുണ്ടായിരുന്നു. മറ്റാരുമല്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീയിൽ LDF സർക്കാർ ഒപ്പിട്ടതിന് പിന്നാലെ അതിനെ ന്യായീകരിക്കാൻ കിടന്ന് മെഴുകുന്ന ശിവൻകുട്ടിയെ കേരളം കണ്ടു. പിന്നാലെ മന്ത്രിസഭയിലെ പ്രമുഖനായിട്ട് കൂടി ശിവൻകുട്ടി MN സ്മാരകത്തിന്റെ പടി കയറിപ്പോലും PM ശ്രീയെ പറ്റി വിശദീകരിച്ചു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. CPI പിടിമുറുക്കിയതോടെ CPM PM ശ്രീയിൽ നിന്ന് പതിയെ പിന്മാറി. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യസന സമേതമുള്ള മറുപടിയാണ് ശിവൻകുട്ടിയിൽ നിന്നുണ്ടായത്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നിങ്ങനെയൊക്കെ മറുപടി പറഞ്ഞ് ശിവൻകുട്ടി തന്റെ സങ്കടം ഉള്ളിലൊതുക്കി. ആദ്യം ശിവൻകുട്ടിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആവശ്യത്തിന് ഒരു പരിധിവരെയൊക്കെ വഴങ്ങുന്നു എന്ന തരത്തിലേക്കാണ് വിവരം. അങ്ങനെയാണോ? അങ്ങനെ വിവരങ്ങൾ വരുന്നുണ്ട്. എനിക്കറിയില്ല. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അതിലൊരു 2 മണിക്കുള്ള ഇല്ല, ഒന്നും അറിയില്ല. ഞാൻ രാവിലെയാണ് പിന്മാറാൻ പറ്റുമോ? അല്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്താ ചർച്ച നടന്നത് അറിയാതെയാണ് ഒപ്പിടാൻ സെക്രട്ടറി വിട്ടത്. അല്ല, അങ്ങനെയൊന്നും ചോദിച്ചെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നില്ല. LDFന്റെ സംസ്ഥാന നേതാക്കളും മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പറയുന്ന ഉദ്ദേശിക്കുന്നുണ്ടോ? അവർ പറയട്ടെ. അങ്ങനെയൊന്നും ചോദ്യം ചെയ്യണ്ട. വേണമെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോളൂ, കുഴപ്പമില്ല. PM ശ്രീ വിഷയത്തിൽ CPIക്ക് മുന്നിൽ മുട്ടുമടക്കി മുഖ്യമന്ത്രിയും CPMും എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന CPI ഭീഷണിയാണ് CPMനെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചത്. CPM കീഴടങ്ങൽ സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് വിട്ടുവീഴ്ചയ്ക്ക് CPIയും തയ്യാറായതോടെ തർക്കത്തിന് താൽക്കാലിക പരിഹാരമാവുകയായിരുന്നു. PM ശ്രീ വിഷയം മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. പദ്ധതി മരവിപ്പിക്കണമെന്ന് കാട്ടി കേന്ദ്രത്തിന് കത്ത് നൽകാനും വിഷയം പഠിക്കാൻ LDF സബ് കമ്മിറ്റി രൂപീകരിക്കാനുമാണ് ഇരു പാർട്ടികൾക്കുമിടയിലെ ധാരണ. കേന്ദ്രത്തിന് നൽകുന്ന കത്തിലെ ഉള്ളടക്കം CPIയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. രാവിലെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നേതാക്കൾ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സമവായത്തിന് കളമൊരുങ്ങിയത്. അപ്പോഴും ശിവൻകുട്ടി പടിക്ക് പുറത്ത് തന്നെയാണ് നിന്നത്. CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് CPM ജനറൽ സെക്രട്ടറി MA ബേബി 3 നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് നൽകിയിരുന്നു. PM ശ്രീ പരിഗണിക്കാൻ ഉപസമിതി രൂപീകരിക്കാം. ഈ ഉപസമിതിയുടെ തീരുമാനം വരും വരെ PM ശ്രീ പദ്ധതി മരവിപ്പിക്കാം. കരാർ നടപ്പിലാക്കില്ലെന്ന് കേന്ദ്രത്തെ അറിയിക്കാം എന്നീ നിർദ്ദേശങ്ങളാണ് കത്തിലുണ്ടായിരുന്നത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചയിലാണ് CPI വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ LDF യോഗം നവംബർ 2-ന് ചേർന്ന് ഉപസമിതി രൂപീകരിക്കും. ഈ ഉപസമിതി വിവാദ വ്യവസ്ഥകൾ പഠിച്ച് റിപ്പോർട്ട് നൽകും. അതിനുശേഷം മാറ്റം നിർദ്ദേശിച്ച് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കാനാണ് നീക്കം.